ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം. ഭീകരവാദത്തിനെതിരെയുള്ള ഭാരതത്തിന്റെ പോരാട്ടത്തിന് പുതിയൊരു അധ്യായം തുറക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമാണ്. ഈ ദൗത്യത്തിന് ഇതിലും അനുയോജ്യമായ മറ്റൊരു പേരില്ല. നമ്മുടെ രാജ്യത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ച നടപടിക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ മറുപടി കൊടുത്തു എന്നതാണ് ഏറെ അഭിമാനം. വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി എന്നീ ധീര വനിതകളാണ് സൈനിക നടപടികൾ വിശദീകരിച്ചത്. അതും ഒരു പ്രതീകമാണ്. 1971 ശേഷം ഇതാദ്യമാണ് ഭാരതത്തിന്റെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ആക്രമണം നടത്തുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 9 ഭീകര ക്യാമ്പുകളാണ് തകർത്തത്. 100 കിലോമീറ്റർ അകലെയുള്ള ഭവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം, ലഷ്കർ-ഇ തോയ്ബയുടെ മുരീദ് ഖയിലെ ഭീകര ക്യാമ്പ് ഉൾപ്പെടെയുള്ളവ തകർത്തു. കരുത്തും രാഷ്ട്രീയ ശക്തിയും ഭാരതത്തിനുണ്ടെന്നാണ് ഇതിലൂടെ പ്രകടമായത്. പാകിസ്ഥാന്റെ കര, വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കാതെ ഭാരതത്തിനുള്ളിൽ നിന്ന് തന്നെ ആക്രമണം നടത്തി നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വൈഭവവും സൈന്യത്തിന്റെ പ്രാഗൽഭ്യവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഭാരതത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ നമുക്കിന്ന് സാധിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കേറ്റ കനത്ത തിരിച്ചടിയാണിത്. അവർ ഭീകരവാദം വളർത്തുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് കൃത്യമായി തെളിവെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു. പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി ബാലാക്കോട്ടിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നായിരുന്നു പാകിസ്ഥാൻ അന്ന് പറഞ്ഞത്. ഭാരതത്തിലുള്ള ചിലരും ഇതിനെ ഏറ്റുപിടിച്ചു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. പാക് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ISIയും പാക് ഭൂമിയിൽ ഭാരതം ആക്രമണത്തിന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഇത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയം കൂടിയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ റഷ്യയും അമേരിക്കയും ഒരേപോലെ ഭാരതത്തെ പിന്തുണക്കുന്നത് മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ല. ചൈനയും തുർക്കിയും ഒഴികെയുള്ള രാജ്യങ്ങൾ ഭാരതത്തെ പിന്തുണയ്ക്കുന്നു. ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനകളുടെയും പരിശീലന ക്യാമ്പ് പാകിസ്ഥാനിലുണ്ട്. അവിടെ എവിടെയൊക്കെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്, എത്ര ഭീകരരുണ്ട് എന്നൊക്കെ ഭാരതത്തിൽ വ്യക്തമായി അറിയാം. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അത്ര ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയം രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൂടിയാണ്. അത്ര കൃത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാക് മണ്ണിലെ എല്ലാ ഭീകര ക്യാമ്പുകളും ഭാരതം ആക്രമിച്ചിട്ടില്ല. 21 ഇതിൽ 9 തകർത്തത്. പാക് പ്രകോപനം തുടർന്നാൽ ശേഷിക്കുന്ന കേന്ദ്രങ്ങളെയും സൈനിക ആസ്ഥാനത്തെയും ആക്രമിക്കാനുള്ള കരുത്ത് ഭാരതത്തിൽ നിന്നുണ്ട്. പാക് സൈന്യത്തിന് ഭാരതത്തിന്റെ മിന്നലാക്രമണം വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. 9 ആക്രമണങ്ങൾ ഒന്നുപോലും തടയാൻ അവർക്ക് സാധിച്ചില്ല. പാക് ജനതയ്ക്ക് മുന്നിൽ ആ ജാള്യത മറക്കാനാണ് നിരപരാധികളെ പൂഞ്ചിലെ 13 പേരെ ഇന്നലെ അവർ ഷെല്ലാക്രമണത്തിലൂടെ വധിച്ചത്. പാക് സൈന്യത്തിന് യുക്തിയില്ലാത്തതുകൊണ്ട് ഏതുതരം ആക്രമണം നടത്താനും അവർ മുതിരും. രാഷ്ട്രീയ നേതൃത്വത്തെ അനുസരിക്കുന്നവരല്ല പാക് സൈനിക മേധാവികൾ. സൈന്യമാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. നിലവിൽ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, പെട്രോളില്ല. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ ആക്രമണം നടത്തുന്നത് അത്ര എളുപ്പമല്ല. അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളുടെ സമ്മർദ്ദവും പാകിസ്ഥാന് മേലുണ്ടാവും. ആണവായുധം പ്രയോഗിക്കുമെന്നാണ് പാക് ഭീഷണി. അത് അവർ എക്കാലത്തും തുടരുന്ന ഭീഷണിയാണ്. അതിന്റെ ബലത്തിലാണ് ഭീകരവാദം അവിടെ തഴച്ചു വളർന്നത്. ഈ ഭീഷണിക്ക് ഭാരതം തെല്ലുവിലയും കൽപ്പിക്കുന്നില്ല. പാകിസ്ഥാൻ അണുബോംബ് പ്രയോഗിച്ചാൽ ഭാരതം വേണ്ട നടപടിയെടുക്കും. അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഈ ഭൂമുഖത്തുണ്ടായിരിക്കുന്നില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ അവർ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം പതിപ്പായിരിക്കുമെന്ന കാര്യത്തിന് തീർച്ചയാണ്.